എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്റ്റെയർ ഇറങ്ങി വരുന്ന രോഹിത്തിനെ പുതിയ ഹോം നഴ്സിനെ പരിചയപ്പെടുത്തുകയാണ് വൈജ. ഇതാരാണെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയെ നോക്കാൻ വന്നതാണെന്നാണ് വൈജയുടെ മറുപടി. മുത്തശ്ശിയെ മാത്രം നോക്കാനായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ബാലചന്ദ്രനെയും കൂടി ഈ ഹോം നഴ്സിനെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയാണെന്ന് വൈജ പറയുന്നു. ഇതെല്ലാം കേട്ടപാടെ രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്നലെ എവിടെ ആയിരുന്നു? മറുപടിയായി വൈജ, ഞാൻ ഇന്നലെ കൊല്ലപ്പള്ളി വരെ ഒന്ന് പോയി. അതിനുശേഷം വൈജ പുതിയ ഹോം നഴ്സിനെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ബാലന്റെ മുറിക്കകത്തെത്തിയ ശേഷം വൈജ ബാലചന്ദ്രനോടായി പറയുന്നു, ഇത് അമ്മയെ നോക്കാനായിട്ട് പുതിയതായിട്ട് നിയമിച്ച ഹോം നഴ്സാണ്, പേര് സുമിത്ര. സുമിത്രയെ ആരാണ് നിയമിച്ചതെന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത്. മറുപടി വൈജ, ഞാനിവിടെ ഒരു ഏജൻസി വഴിയാണ് ബുക്ക് ചെയ്തത്. ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തതെന്നാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്. മറുപടിയായി വൈജ, ആര് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അലീനയെ പോയി വിളിച്ചുകൊണ്ട് വന്നത്? മറുപടിയെ ബാലചന്ദ്രൻ, അത് കുഞ്ഞിരാമമേനോൻ മനു വഴി എൻ്റെ അടുത്ത് അറിയിച്ചു. എന്താ നിനക്കറിയില്ലേ എന്ന് വൈജയോട് ചോദിക്കുമ്പോൾ മറുപടിയെ വൈജ, അതേതോ ഓർഫനേജിൽ നിന്നല്ലേ, എന്നാൽ ഇതങ്ങനെയല്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ബാലചന്ദ്രനോട് ഞങ്ങൾ താഴേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വൈജയും ഹോം നഴ്സും കൂടി താഴത്തെ നിലയിലേക്ക് പോകുന്നു. അതിനുശേഷം വൈജ ഹോം നഴ്സിനെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അവർ നേരെ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വൈജ ഇപ്പോൾ അവരോടായി പറയുന്നുണ്ട്, അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന സുമിത്ര മറുപടിയായി വൈജയോട്, ഓ അത് വേണ്ടെന്നേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളാം. അതിനുശേഷം വൈജയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില വീട്ടിലെ കൊച്ചമ്മമാരൊക്കെ ഭയങ്കര ജാടക്കാരാ, പൈസയുടെ അഹങ്കാരം. അവരെ മാഡം എന്നും കൊച്ചമ്മയെന്നും ഒക്കെ വിളിക്കണം. എന്നാൽ എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. ഞാൻ കൂടിപ്പോയാൽ ചേച്ചിയെന്നേ വിളിക്കത്തുള്ളൂ. കൂടാതെ ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കത്തില്ല. ഇങ്ങനെയുള്ള വീടുകളിലൊന്നും ഞാൻ പൊതുവെ നിൽക്കാറില്ല. ഇതെല്ലാം കേൾക്കുന്ന വൈജ വേറെ നിൽക്കൊള്ളിയില്ലാതെ അവരോടായി പറയുന്നുണ്ട്, നിനക്കിഷ്ടം ഇതാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ, പക്ഷേ ഞാൻ അധികം ആരെയും അങ്ങനെ ഇരിപ്പിക്കാറൊന്നുമില്ല. ഇതെല്ലാം കേൾക്കുന്ന അലീന പിന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇത് കാണുന്ന വൈജ അലീനയോട് അവർക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരാനായിട്ട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന സുമിത്ര, ചില കൊച്ചമ്മമാരൊക്കെയുണ്ട്, ഹോം നഴ്സ് എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്കാരിയാണെന്നാണ് വിചാരം. വീട്ടിലെ അടുക്കളപ്പണി കൂടി ചെയ്യിപ്പിക്കും. എന്നാൽ എന്നെ അതിനൊന്നും കിട്ടത്തില്ല. അലീന ഈ സമയമായപ്പോഴേക്കും അവർക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് ടേബിളിൽ വെക്കുന്നു. അതിനുശേഷം അലീന അവരോടായി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് കുടിക്കാനായിട്ട് ചായ വേണോ അതോ കാപ്പി വേണോ? ഇത് കേൾക്കുന്ന സുമിത്ര, ചേച്ചിയോ? കൂടിപ്പോയാല് നിന്നെക്കാട്ടിലും 1-2 വയസ്സിന് മൂത്തതായിരിക്കും. അതിനെന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. ഇത് കേൾക്കുന്ന അലീന, സോറി, അറിയാതെ വിളിച്ചതാണ്. അതിനുശേഷം കൊണ്ടുവച്ച ആഹാരം മുഴുവൻ അവർ ആക്രാന്തത്തോടുകൂടി കഴിക്കുകയാണ്. ഇത് കണ്ട് വേറെ വഴിയില്ലാത്ത പോലെ വൈജയും തൊട്ടടുത്തായി തന്നെ നിൽപ്പുണ്ട്. താഴെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് നോക്കി കാണുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാനായി ബാലൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇത് കാണുന്ന ലീന, സാർ എന്തിനാ താഴേക്ക് ഇറങ്ങി വന്നത്? ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ? ഫ്രണ്ടിലെ സോഫയിലിരിക്കുന്ന വലിയൊരു ബാഗ് കണ്ട ശേഷം ബാലൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ ബാഗാണ്? മറുപടിയായി സുമിത്ര, എൻ്റെ ബാഗാണെന്ന് ബാലനോടായി പറയുന്നു. അതിനുശേഷം ബാലൻ ഇപ്പോൾ സുമിത്രയോടായി ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? മറുപടി സുമിത്ര, കൊള്ളാം, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും വീട്ടിലേക്ക് ആദ്യമേ വന്നതല്ലേ, ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാനായിട്ട് ബാലൻ വീണ്ടും പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം അവിടെ നിന്ന് സുമിത്ര എഴുന്നേൽക്കുമ്പോൾ ആ പ്ലേറ്റ് എടുത്ത് കഴുകാനായിട്ട് വൈജ അലീനയോടാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ, സുമിത്രേ, നീ കഴിച്ച പ്ലേറ്റ് അല്ലേ, നീ തന്നെ കഴുകി വെക്കാനായിട്ട് പറയുന്നു. ഇതും ബാലൻ വൈജയ്ക്ക് കൊടുക്കുന്ന ഒരടിക്ക് തുല്യമാണ്. അങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുന്ന സുമിത്രയുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സുമിത്രേ, നിനക്ക് എത്രയാണ് ശമ്പളം? മറുപടിയായി അവർ 20,000 രൂപയാണെന്ന് പറയുന്നു. എത്രയാണ് ലീവെന്നും ബാലൻ ചോദിക്കുന്നുണ്ട്. 4 ലീവാണെന്ന് അവർ മറുപടി പറയുന്നു. നീ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, ഇല്ല, അതൊന്നും ചെയ്യത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. നീ വീടും മുറ്റമൊക്കെ തൂത്ത് തുടയ്ക്കുമോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, അതൊന്നും ഹോം നഴ്സിന്റെ പണിയല്ലല്ലോ. നീ ഡ്രസ്സ് വാഷ് ചെയ്യുകയും അയൺ ചെയ്യുകയൊക്കെ ചെയ്യുമോ ചോദിക്കുമ്പോൾ ഇപ്പോഴും സുമിത്ര അത് തന്നെ ഉറപ്പിച്ച് പറയുന്നു, ഇതൊന്നും ഹോം നഴ്സിന്റെ പണിയല്ല. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന സുമിത്ര വൈജയോടെ പറയുന്നു, ഇതെന്തൊക്കെയാ ചേച്ചി പറയുന്നത്? എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച ശേഷമല്ലേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഇത് കേൾക്കുന്ന ബാലൻ സുമിത്രയോടെ പറയുന്നുണ്ട്, ദേ ഈ നിൽക്കുന്ന അലീനയെ നീ കണ്ടോ? ഇവൾ നല്ല അസലായിട്ട് പാകം ചെയ്യും. നീ കഴിച്ചിട്ട് നന്നായിരിക്കുന്നു എന്നിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവള് അടുക്കളപ്പണി മുഴുവൻ ചെയ്യും, ഈ വീടും മുറ്റവും തൂത്തു തുടയ്ക്കും, എല്ലാവരുടെ ഡ്രസ്സ് കഴുകുകയും അയൺ ചെയ്യുകയും അങ്ങനെ എല്ലാം ചെയ്യും. അതുകൂടാതെ അവൾ ഹോം നഴ്സിന്റെ ജോലിയും ചെയ്യും. ഇതിനൊക്കെ പുറമെ അവൾ ഈ വീട്ടിലുള്ളവരെയെല്ലാം സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലെയാണ് കണ്ട് സ്നേഹിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യുന്നതിന് അവളുടെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 15,000 രൂപ. എന്നിട്ട് എത്ര ലീവാ കൊടുക്കുന്നതെന്നും കൂടി നിനക്കറിയണോ? മാസത്തിൽ 1 ലീവ് പോലും കൊടുക്കത്തില്ല. സ്വന്തം വീട്ടിൽ ആർക്കും ലീവില്ല, അതുകൊണ്ട് അവളും അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ കേട്ടിട്ട് സുമിത്ര ബാലനോടായി ചോദിക്കുന്നുണ്ട്, എന്നെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? മറുപടിയെ ബാലൻ, ഞാനല്ലല്ലോ വിളിപ്പിച്ചത്. അവർ ഒന്നുകൂടി ബാലനോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കണോ അതോ പോകണോ?
അത് ഞാൻ ഇപ്പോൾ തന്നെ പറയാമെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ നേരെ ചെന്ന് രോഹിത്തിനോടായി ഈ സുമിത്രയുടെ സേവനം നിനക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. മറുപടിയെ രോഹിത്ത് ഇല്ലെന്ന് പറയുന്നു. അതിനുശേഷം ബാലൻ ചോദിക്കുന്നു, അലീനയുടെ സേവനം നിനക്ക് ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ അങ്ങനെ പറയുന്നവർക്ക് ആർക്കും ഇനി മുതൽ അലീന വെച്ച് വിളമ്പില്ല, കൂടാതെ മറ്റ് ജോലികളും ചെയ്തു കൊടുക്കുന്നതല്ല. ബാലൻ അതിനുശേഷം അലീനയോടായും പറയുന്നുണ്ട്, നിന്റെ സേവനം ആവശ്യമില്ലാത്തവർക്ക് നീയും ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. രോഹിത്തിനോടായി ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ രോഹിത്ത് വേണമെന്ന് തന്നെ പറയുന്നു. കൂടാതെ ബബിതയും അത് തന്നെ ആവർത്തിക്കുന്നു. കൂടി പറയുന്നുണ്ട്, എനിക്കും അമ്മയ്ക്കും കൃഷ്ണമോൾക്കും കൂടി അലീനയുടെ സേവനം വേണം. എന്നാൽ ഇത് കേൾക്കുന്ന വൈജ, അമ്മയ്ക്ക് ആരുടെ സേവനം വേണമെന്ന് ഞാൻ തീരുമാനിക്കും. മറുപടിയായി ബാലൻ, അങ്ങനെ വലുതുമാണെങ്കിൽ നീ നേരെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചോണം, അല്ലാതെ ഇവിടെ ആവശ്യമില്ല. ശേഷം ബാലൻ ഒന്ന് വൈജയോടെ ചോദിക്കുന്നുണ്ട്, ഇനി ചോദിക്കാനുള്ളത് നിന്നോടാണ്. നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ? എനിക്കില്ലെന്നാണ് വൈജ പറയുന്നത്. ഇത് കേട്ട പാതി ബാലൻ നേരെ ചെന്ന് അലീനയോടെ പറയുന്നുണ്ട്, ഈ നിമിഷം മുതൽ നീ കുക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണവും വൈജയ്ക്ക് കൊടുക്കാൻ പാടില്ല. മറുപടിയെ വൈജ, എനിക്കല്ലെങ്കിലും തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് അറിയാം, ആരുടെ സഹായം വേണ്ട. ബാലൻ ഒന്നുകൂടി അലീനയോട് പറയുന്നുണ്ട്, ഒരു വിധത്തിലുള്ള ഒരു ഹെൽപ്പും നീ ഇവൾക്കിനി ചെയ്തു കൊടുക്കാൻ പാടില്ല. ബാലൻ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഒരു ഹോം നഴ്സിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു, ആരോട് ചോദിച്ചിട്ട്? ഇത് കേൾക്കുന്ന വൈജ, അപ്പൊ ഈ വീട്ടില് എനിക്കൊരു സ്ഥാനവും ഇല്ലേ? ബാലൻ തുടരുകയാണ്, നിനക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഞാൻ എടുത്ത് കളഞ്ഞു. നിനക്ക് പോകാം, വരാം, ഇവിടെ കിടന്നുറങ്ങാം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന പുതിയ ഹോം നഴ്സ്, അപ്പോൾ ഞാനിവിടെ കിടന്നുറങ്ങും, അതൊക്കെ വൈജയുടെ മുറിയിലായിക്കോണം, പിന്നെ നിന്നെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും കാണരുത്. ഇതിനുള്ള മറുപടിയായി സുമിത്ര, ഇത് കൊള്ളാവല്ലോ, നിങ്ങൾക്ക് കാശുണ്ടെന്ന് പറഞ്ഞ് എന്തും കാണിക്കാമെന്നായോ? ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരങ്ങനെ അവിടെ നിന്ന് പോയ ശേഷം ബാലൻ എല്ലാവരോടുമായി പറയുന്നു, ബാലചന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം, എല്ലാവരോടും കൂടിയായിട്ടാ ഞാനിപ്പോൾ ഇത് പറയുന്നത്. അതിനുശേഷം ബാലൻ മുകളിലെ മുറിയിലേക്ക് കയറി പോകുന്നു. അവിടെ എത്തി അല്പം കഴിഞ്ഞപ്പോൾ ബാലൻ കോളിംഗ് ബെൽ അമർത്തുന്നു. എന്നാൽ ഇത് കേട്ടപാടെ വൈജയാണ് അവിടേക്ക് വരുന്നത്. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെയല്ല അലീനയാണ് വിളിച്ചതെന്ന് ബാലൻ പറയുന്നു. എന്താണ് കാര്യമെന്ന് വൈജ ചോദിക്കുമ്പോൾ, ഞാനിത് പറയേണ്ടവരോട് പറഞ്ഞോളാമെന്നാണ് ബാലന്റെ മറുപടി. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. ഞാൻ പറയാൻ പോകുന്നത് നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, എന്താന്ന് പറ, ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാമെന്ന് വൈജ. ഇപ്പോൾ ബാലനൊന്ന് പറയുന്നു, നീ കൊല്ലപ്പള്ളിയിൽ പോയി ശിവേട്ടന്റെ പറമ്പിൽ നിന്ന് ഒരു വാഴക്കുല വെട്ടിക്കൊണ്ടുവന്ന് വർക്കേരിയയിൽ തൂക്കുക, ഞാലിപ്പൂവൻ തന്നെ മതിയെന്നാണ് ബാലൻ പറയുന്നത്. ഇത് കേട്ടപാടെ വൈജ, ബാലേന്ദ്രൻ എന്താ എന്നെ കളിയാക്കുവാണോ? മറുപടിയെ ബാലചന്ദ്രൻ, ഞാൻ കളിയാക്കിയതല്ല. ഇത് കേൾക്കുന്ന വൈജ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അലീനയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചോദിക്കുമായിരുന്നോ? മറുപടിയെ ബാലൻ, അല്ല, അലീനയ്ക്ക് വേറെ ചോദ്യം ബാക്കിയുണ്ട്, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. വൈജ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, അലീനയോട് നിങ്ങൾ പറയാനിരുന്നത് എന്താണെന്ന്, അത് പറയാൻ മനസ്സില്ലെന്ന് ബാലൻ. എന്നാൽ നിങ്ങൾ തന്നെ അലീനയെ വിളിക്ക്, നിങ്ങൾക്ക് അവളോട് എന്താ പറയാനുള്ളതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് വൈജ ദേഷ്യത്തോടുകൂടി ബാലനോടായി ഒന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്താണ് ഈ വീട്ടിൽ സ്ഥാനം? മറുപടിയായി ബാലൻ, നീ ഈ വീട്ടില് വെറും ഒരു പുഴു, ഒരു അട്ട. ഈ വീട്ടിൽ നിൽക്കണോ അതോ നിന്റെ അമ്മയെ വിളിച്ച് ഇറങ്ങിപ്പോണോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഈ സമയമായപ്പോഴേക്കും അലീന അങ്ങോട്ട് എത്തുകയും ചെയ്തു. ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയോടായി എനിക്കൊരു കുക്കുമ്പർ സലാഡ് വേണമെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുന്ന വൈജ, ഇത് എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? അലീന ഇത് എടുക്കൊന്നും വേണ്ട, ഇത് ഞാൻ കൊണ്ടുവരാമെന്ന് വൈജ പറയുന്നു. കേൾക്കുന്ന ബാലൻ, അലീനെ ഞാൻ നിന്നോടാണ് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടത്, അതിൽ മറ്റാരും കയറി ഇടപെടണ്ട. വൈജ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്, നീ ഒന്നും എടുത്തോണ്ട് വരണ്ട, ഞാൻ തന്നെ കൊണ്ടുവരാം, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ബാലചന്ദ്രൻ ഇപ്പോൾ വൈജയോടെ പറയുന്നു, നീ പോയി സാലഡ് എടുത്തോണ്ട് വാ, ആ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്തെ അടിച്ചുടച്ചില്ലെങ്കിൽ എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നല്ല. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ്